ഇന്നും നമ്മുടെ നാട്ടിലെ ആളുകൾ ഏർവാടിയിൽ പോവാറുണ്ട്. ഏർവാടിയിൽ പോയാൽ കീളക്കര പള്ളിയിലേക്ക് പോകും. അവിടെ സദക്കത്തുള്ളാഹിൽ കാരിയുടെ ജാറമുണ്ട്. ആ ഏർവാടി പള്ളിയിൽ കുത്തുവ തമിഴിലാണ് നടക്കുന്നത്. ആർക്കും തർക്കമോ പ്രശ്നമൊന്നുമില്ല. ബാംഗ്ലൂരിലെ സേട്ടു മസ്ജിദിലെ ഇമാം അബ്ദുൽ ഹമീദ് ജുനൈദി, അദ്ദേഹം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റാണ്. അതിന്റെ സെക്രട്ടറി ആയിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ആ അബ്ദുൽ ഹമീദ് ജുനൈദി ഉറുദുവിലാണ് ബാംഗ്ലൂരിലെ സേട്ടു മസ്ജിദിൽ ഖുതുബ പറഞ്ഞിരുന്നത്. മാത്രമല്ല, സമസ്തയുടെ പതിറ്റാണ്ടുകളോളം ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയാർ കാസർഗോഡ് ആലിയയിൽ മലയാളത്തിലായിരുന്നു വേലൂരിൽ നിന്ന് വന്ന ഉടനെ ഖുതുബ നിർവഹിച്ചിരുന്നത്. അതുപോലെ സമസ്തയുടെ ഉന്നതന്മാരായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ആ പള്ളിയിൽ മലയാളത്തിലായിരുന്നു നിർവഹിച്ചിരുന്നത്. പതിനായിരക്കണക്കായ ഉസ്താദുമാരുടെ ഉസ്താദായ മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ മലയാളത്തിലാണ് ഖുതുബ പറഞ്ഞിരുന്നത്. ഇന്നും നിങ്ങൾക്ക് മഞ്ചേരിയിലെ ടൗൺ പള്ളിയിൽ പോയാൽ കാണാം, അവിടെ മലയാളത്തിൽ ഖുതുബ ഉണ്ടാകും. ആ അകത്ത പള്ളിയിൽ തലയെക്കെട്ടും കെട്ടി വെള്ള വസ്ത്രം അണിഞ്ഞ മുസ്ലിംമാര് കുട്ടികൾ നിരന്നിരിക്കുന്നുണ്ടാവും. ആ മിമ്പറിൽ നിന്ന് മലയാളത്തിൽ ഇന്നും ഖുതുബ കാണാൻ കഴിയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മള് മുജാഹിദും സമസ്തയും പറഞ്ഞ് തർക്കിക്കേണ്ട കാര്യമല്ല, ഫുഖഹാക്കൾ പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ് എന്ന് സമസ്തയുടെ ഉന്നതന്മാരാ പണ്ഡിതന്മാർ തന്നെ അവരുടെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു തന്നൊരു യാഥാർത്ഥ്യവുമാണ്.